ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അമൃതം പൊടി വെച്ച് ലഡുവാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് അമൃതം പൊടി എടുത്തേക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ ചെറിയ തീയിട്ട് ഇളക്കിയെടുക്കണം. അമൃതം പൊടി വെച്ച് നമുക്ക് ഒരുപാട് ഡിഷ് തയ്യാറാക്കാം. വെറൈറ്റിയായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. നല്ലതാണ് അമൃതം പൊടി. കുട്ടികൾക്കൊക്കെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊന്ന് മൂക്കുമ്പോൾ ചെറിയൊരു മണം വരും. അന്നേരം നമുക്കത് നിർത്താം. അമൃതം പൊടി മൂത്ത് കഴിഞ്ഞ് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു അമൃതം പൊടി. ഇനി നമുക്ക് ആ പാൻ തന്നെ അടുപ്പ് വെച്ചു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇച്ചിരി കട്ടിയാണ്. ചുരുങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കശുവണ്ടി പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ശരിയായി മാറ്റി വെക്കാം. ഇനി വേണ്ടത് ശർക്കര. നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഒന്ന് ചൂടാക്കിയെടുക്കാം. ശർക്കര എല്ലാം ഒഴുകിക്കഴിഞ്ഞ് നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എന്ന് വെച്ചാൽ ആവശ്യത്തിന്. ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തേങ്ങ ഇട്ട് കൊടുത്തു. ഒന്ന് നല്ലോണം ഇളക്കാം. ഞാൻ ഒരു ചെറിയൊരു തേങ്ങ എടുത്തത്. അതിൽ തേങ്ങയാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര തേങ്ങയും ശർക്കരയും വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിനകത്ത് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി മധുരമൊക്കെ കുറച്ച് ചേർത്താലും ഇതിനകത്ത് മധുരത്തിന് അമൃതം പൊടിക്ക് ഓൾറെഡി മധുരമുണ്ട്. ഇനി നമ്മൾ ചേർത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതെല്ലാം റെഡി. പിന്നെ അതിനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി തീ അങ്ങ് നിർത്താം.
ചെറിയ തണുപ്പുമാകുമ്പം, ചെറിയ ചൂടല്ലേ ഇപ്പം, ചെറിയ തണുപ്പാകുമ്പോൾ തണുക്കുമ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കാം ചെറുതായിട്ട്. നമ്മുടെ ലഡു ഈ ഷേപ്പിൽ ഇരിക്കും, ഇങ്ങനെ ഉരുട്ടി എടുക്കണം. ഇങ്ങനെ കുറേശ്ശെ ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ചൂടോടെ തന്നെ ചെയ്യുന്നത്. ചെറിയ ചൂടുണ്ട്, ചൂട് നമ്മൾ പോകുമ്പം കട്ടിയാവും, അതിന് മുമ്പ് നമുക്കിത് ചെയ്തെടുക്കണം. ഞാൻ ചെറിയ ലഡുവായിട്ടാണ് ഉണ്ടാക്കുന്നത്, ചെറിയ. പിന്നെ നമ്മുടെ ലഡു എല്ലാം ഒരുവിധം തയ്യാറായി, ഒരെണ്ണം കൂടെ ഉള്ളു ഇങ്ങനെ തയ്യാറാക്കാം. ഇങ്ങനെ നമ്മൾ ചൂടാറുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മൾ ചെയ്യണം. നമ്മുടെ അമൃതം പൊടി വെച്ചുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ നോക്കണം, എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. ഇങ്ങനെ വലിയ പാടൊന്നുമില്ല. അമൃതം പൊടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം വെച്ച് ലഡു ഉണ്ടാക്കാം. അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാം, ഗോതമ്പൊടി വെച്ച്, എല്ലാ പൊടികളും വെച്ച് നമുക്ക് ഇതേപോലെ ലഡു തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പുതിയ വീഡിയോസുമായി നാളെ വരാം. നാളെ ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ പുതിയ വീഡിയോസായിട്ട് വരാം. ഓക്കെ, ബൈ.